ക്ഷേത്രമില്ല ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂരിലെ ഉത്സവം പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവമാണ്. സ്ഥിരമായി യാതൊരു നിർമ്മിതികളും അക്കരെ കൊട്ടിയൂർ ദേവഭൂമിയിൽ കാണാനാകില്ല. വനമധ്യത്തിലെ ജലാശയവും അതിനു നടുവിലൊരു തറയും സ്വയംഭൂലിംഗവുമാണ് ഇവിടെയുള്ളത്. ഉത്സവകാലത്തെ അക്കരെ സന്നിധിയിൽ എല്ലാം താൽക്കാലികമായി നിർമ്മിക്കുന്നവയാണ്. ഉത്സവം കഴിയുന്നതോടെ പ്രകൃതിയിൽ ലയിച്ചു ചേരും വിധമാണ് ഇവിടുത്തെ നിർമ്മാണങ്ങളെല്ലാം. 11 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അക്കരെ സന്നിധിയിൽ പ്രവേശിച്ച് കാടുകൾ വെട്ടി വൃത്തിയാക്കിയാണ് വൈശാഖ മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത്. തുടർന്ന് ഭക്തർക്ക് സുഖദർശനത്തിനായി വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ 100 കണക്കിന് പേരാണ് സേവനത്തിനായി കൊട്ടിയൂരിലെത്താറുള്ളത്. പെരുമാളിന് സമർപ്പണം എന്ന നിലയ്ക്കാണ് ഇവരും സേവനമനുഷ്ഠിക്കുന്നത്. ഇവരിൽ ഭൂരിഭാഗം പേരും വർഷങ്ങളായി വൈശാഖ മഹോത്സവ സമയത്ത് സേവനത്തിനായി എത്തുന്നവരാണ്. ഇത്തരത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരിൽ വ്യത്യസ്തനായിരിക്കുകയാണ് കഴിഞ്ഞ 15 വർഷമായി കൊട്ടിയൂരിലെത്തുന്ന ഉണ്ണികൃഷ്ണൻ. ഉത്സവത്തിനായി മാത്രമാണ് അക്കരെ സന്നിധി തുറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ 11 മാസം ആരും പ്രവേശിക്കാതിരിക്കുന്നതിനാൽ കാട് മൂടിക്കിടക്കും. ഇത് വൃത്തിയാക്കിയാണ് ഉത്സവത്തിനൊരുങ്ങുന്നത്. ഇങ്ങനെ മരങ്ങൾ വെട്ടി നശിപ്പിക്കപ്പെടുമ്പോൾ അതിന് പകരമായി മരങ്ങൾ വച്ചുപിടിപ്പിക്കണം എന്ന ചിന്ത പെരുമാൾ ഭക്തനായ ഉണ്ണികൃഷ്ണന്റെ മനസ്സിൽ വന്നു. അങ്ങനെ 2 വർഷം മുമ്പാണ് ഉണ്ണികൃഷ്ണൻ മാവിൻ തൈകൾ അക്കരെ കൊട്ടിയൂരിലെ പടിഞ്ഞാറെ ഓഫീസ് കയ്യാലയ്ക്ക് സമീപം വച്ചുപിടിപ്പിച്ചത്. അങ്ങനെ ചെടികളൊന്നും വേരുറക്കാത്ത സ്ഥലത്ത് പെരുമാളിന്റെ കടാക്ഷം കൊണ്ടാണ് മാവിൻ തൈകൾ വളർന്നു വന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഞാൻ പെരുമാളിന്റെ സന്നിധിയിൽ 15 വർഷത്തിനുമേലായി മരങ്ങൾ വെട്ടി നശിക്കുന്ന സമയത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ ഒരാഗ്രഹം വന്നു. ഏകദേശം 2 വർഷത്തിന് മേലായി ഈ മാവും തൈ 2 സ്ഥലത്തായി, ഒന്ന് ഇവിടെയും ഒന്ന് അവിടെ 2 സ്ഥലത്തായിട്ട് ഒരു 2 മാവിൻ തൈ വെച്ച് പിടിപ്പിച്ചു. അത് ഭാഗ്യത്തിൽ പെരുമാളിൻ്റെ കടാക്ഷം കൊണ്ട് ഭാഗ്യത്തിൽ വളർന്നു വന്നു. ഈ ഇത്രയും ഭക്തന്മാർ വരുന്ന സമയത്ത് ഇത് ഒന്ന് സംരക്ഷിക്കേണ്ടത് നമ്മളെ കടമയാണ്. എല്ലാം നീരെഴുന്നേൽക്കുന്ന സമയത്ത് നേരത്തെ വന്ന് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെയും ട്രസ്റ്റ് ബോർഡിൻ്റെയും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇതിനുണ്ട്. വൈശാഖ സമയത്ത് മാത്രം പ്രവേശിക്കാൻ അനുമതിയുള്ളതിനാൽ ആ സമയത്ത് നല്ല രീതിയിൽ മാവിനെ പരിപാലിക്കാൻ ഉണ്ണികൃഷ്ണൻ ശ്രദ്ധിക്കാറുണ്ട്. കൂടാതെ പരിപാലനത്തിനും മറ്റും ദേവസ്വത്തിൻ്റെയും ട്രസ്റ്റി ബോർഡിൻ്റെയും പിന്തുണ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. വൃക്ഷങ്ങളെല്ലാം വെട്ടിനശിപ്പിക്കുന്ന ഈ കാലത്ത് ഉണ്ണികൃഷ്ണന്റെ ഈ പ്രവൃത്തി പ്രശംസനീയമാണ്. ഇന്നറിയാൻ ന്യൂസ് കേരള, കണ്ണൂർ. പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം. S&Sന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും 67% വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചിലവ് കുറയ്ക്കാം. SS മാർക്കറ്റിംഗ്, പാറക്കണ്ടി, കണ്ണൂർ.